ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അയിനുമോളുടെ ഫുഡുകൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബേബീസിൻ്റെ ഫുഡിനെ കുറിച്ചിട്ട് വ്ളോഗ്സും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ റെഫർ ചെയ്തിട്ട് ആൾക്ക് ഓരോ മന്തിലും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുതന്നെ അല്ലാതെ ഡോക്ടറുടെ സജഷൻസും പിന്നെ നമ്മളുടെ ഏജ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും നമ്മുടെ മുതിർന്ന ആൾക്കാർ പറയണ അനുസരിച്ചിട്ടൊക്കെയാണ് ഓരോന്ന് ചെയ്തത്. മെയിനായിട്ട് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആദ്യത്തെ 6 മാസം നിങ്ങൾ ഉണ്ണിക്ക് പാല് തന്നെ കൊടുക്കുക. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ടൈമാണ്. അല്ലെങ്കിൽ അതിന് മെയിനായിട്ടും നമ്മൾ പലരും പറഞ്ഞ് കേട്ടിരിക്കുന്നത് വെച്ചാൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ടൈം എന്നാണ് പറയുന്നത്, ആ ഒരു 6 മന്ത് ടൈമിന്. അപ്പോൾ പലരും നമ്മളോട് ആ ഒരു ടൈമിൽ വന്ന് പറയുന്നുണ്ടായിരിക്കും 4 മാസമായില്ലേ അല്ലെങ്കിൽ 5 മാസമായില്ലേ, കൊച്ചിന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ പാല് തന്നെ കൊടുത്താൽ പോരാ, എല്ലാം കൊടുത്തോ, അല്ലെങ്കിൽ കുറുക്ക് കൊടുത്തു തുടങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണത് എന്തോ അത് കൊടുത്തു തുടങ്ങിക്കോ, അങ്ങനെ പല സജഷൻസും കേൾക്കുന്നുണ്ടായിരിക്കും. അതൊന്നും നോക്കണ്ട. കുട്ടികൾക്ക് നമ്മൾ പാൽ 6 മാസം വരെ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, അവർക്ക് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് പല രോഗങ്ങളെയും അസുഖങ്ങളെയും തടയാനായിട്ട് ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഈവൻ ഇപ്പോൾ നമ്മൾ ഉണ്ണികൾക്ക് വാക്സിൻ എടുക്കാൻ പോയാൽ തന്നെ നമ്മളോട് ഉടനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം അവരുടെ പെയിൻ കുറയാൻ തന്നെ ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് സഹായിക്കും എന്നുള്ളതാണ്. അത്രത്തോളം പവർ അതിനുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്. ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ സോളിഡ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കുറേ നേരമായിട്ടൊരു ഗസ്ട്രോളായിട്ടൊരു കൊതു ഇതിനകത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു കാര്യത്തിനെക്കുറിച്ചോ നമ്മൾ ഭയങ്കര റിസർച്ച് നടത്തി ഭയങ്കര നോളേജ് ഉള്ള ഒരാളാണെന്നല്ല. പക്ഷേ ഒരു കുട്ടി ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നല്ലോണം ശ്രദ്ധിക്കും, അതേപോലെ സെർച്ച് ചെയ്യും. പിന്നെ അതേപോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പല പല കാര്യങ്ങളും നമ്മൾ ഡൗട്ട്സും സജഷൻസും ഒക്കെ ചോദിക്കും. അപ്പോൾ മെയിൻലി ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് 6 മാസം പാൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ എന്ന് ഇങ്ങോട്ടേക്ക് പറയുന്ന നിലക്ക് അവർ വിവരമില്ലാണ്ട് പറയുന്നില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 6 മാസം ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരം 5 മാസം കഴിഞ്ഞ് 6 മാസം തുടങ്ങുന്നതിനേക്കാൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ അതിനൂന് കുറുക്ക് കൊടുത്തു തുടങ്ങി. നമ്മൾ എന്ന് പാലുകുടി എന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞ് പാലുകുടി നിർത്തണമെന്നല്ല, നമ്മൾ ഭക്ഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് എന്ന് നമ്മൾ അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് എത്തുന്നു അന്ന് മുതൽ ഇവർക്ക് ഓരോവിധ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മുതൽ കഫക്കെട്ട്, ചുമ, ചെറിയ ഇടയ്ക്കിടയ്ക്ക് പനി, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മാസം തുടങ്ങുന്നതിനേക്കാൾ തൊട്ട് മുന്നേ ആയിട്ട് കുറുക്ക് കൊടുത്തു തുടങ്ങി. ആദ്യം നമ്മൾ കൊടുത്തു തുടങ്ങിയത് കണ്ണങ്കായ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ണങ്കായ ഒരുപാട് പേര് ഇപ്പോൾ റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലിയിലും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയാലും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞു. കണ്ണങ്കായ കൊടുക്കാൻ പറഞ്ഞു, രാഗി കൊടുക്കാൻ പറഞ്ഞു, രാഗി കൂടാതെ പിന്നെ സൂചി ഗോതമ്പ് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ണങ്കായയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണങ്കായ എന്ന് പറയുമ്പോൾ അതിലും കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണങ്കായ വാങ്ങിയിട്ട് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല വാങ്ങിയിട്ട്. ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ. കാരണം കണ്ണങ്കായ ആൾക്ക് കൊടുത്തിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആൾക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് മിക്ക കുട്ടികളും ഞാൻ ചോദിച്ചവർ മിക്കവരും പറഞ്ഞത് കഴിക്കണില്ല എന്നാണ്. ഇപ്പം നമ്മുടെ മോള് മാത്രം കഴിക്കാണ്ടാവുമ്പോൾ നമുക്കൊരു പേടിയാണ്, എന്തുകൊണ്ടാണ് അവ കഴിക്കാത്തതെന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ മിക്കവരും പറഞ്ഞാൽ അത് ഇല്ലടി അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് ആ ടേസ്റ്റ് പിടിക്കുന്നുണ്ടായിരുന്നില്ല എന്ന്, മിക്ക മക്കൾക്കും പറ്റണുണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളൊരു കൊലയും അതൊന്നും വാങ്ങി വേസ്റ്റ് ചെയ്യുന്നതിന് നല്ലത് നമുക്ക് കണ്ണങ്കായയുടെയൊക്കെ ഇങ്ങനെ പൗഡർ കിട്ടും കേട്ടോ. അതായത് ഇപ്പം ഇതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബേബി വിറ്റയുടെ ട്രഡീഷണൽ ബേബി വിറ്റയുടെ കണ്ണങ്കായ പൗഡർ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധാരണ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയപ്പോൾ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ കെമിക്കലോ ഒന്നും ഇല്ല, പേടിക്കാനൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് ഞങ്ങളെ മക്കൾക്ക് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പൊടിയായി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് പിടിച്ച ആൾ ആദ്യം കഴിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും പിന്നെ കഴിച്ച് ശീലമായിപ്പോയി ആൾക്ക്. പിന്നെ ആളത് കഴിച്ചു. ഇതിൽ 310 രൂപയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് വാങ്ങിയത് കേട്ടോ. ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2.5 ടീസ്പൂൺസൊക്കെ ആഡ് ചെയ്യാം ചെറിയ ചൂടുവെള്ളത്തിലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ മിൽക്കിലാണെങ്കിൽ മിൽക്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് എങ്കിലും ചെറുതായിട്ട് തീയിൽ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ടൊരു ചെറിയ ചൂടിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഉണ്ണിക്ക് പാലിലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, വെള്ളത്തിൽ തന്നെയാണ്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വയസ്സ് കഴിഞ്ഞിട്ട് മിൽക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് മിൽക്ക് നമ്മൾ ഇതുവരെയും അയിനൂന് കൊടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2.5 ടീസ്പൂണിനുള്ളതൊക്കെ നിങ്ങൾ ആദ്യം ഇതിനകത്തൊരു സ്പൂണുണ്ട്. അപ്പോൾ 1 സ്പൂണോ അല്ലെങ്കിൽ 1½ സ്പൂണോ ആദ്യം ഇട്ടിട്ട് ആൾ എന്തോരം കഴിക്കുന്നുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഫുള്ള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പൊടി വേസ്റ്റ് ആയി പോകുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. പിന്നെ ചെറിയ ചൂടിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ കൊടുത്താലാണ് കേട്ടോ അതിന് കഴിക്കാറ്. തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഒട്ടും കഴിക്കില്ല. ചെറിയ ചൂടിലാണെന്നുണ്ടെങ്കിൽ ആൾ പിന്നെയും നന്നായിട്ട് കഴിച്ചോളും. പിന്നെ ഷുഗറോ കാൻഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ണികൾക്ക് ഷുഗർ ആയാലും സോൾട്ട് ആയാലും ഒരു വയസ്സ് വരെ ഒട്ടും അങ്ങനെ എന്താ പറയുക ശ്രദ്ധിച്ച് കൊടുക്കുക എന്ന് പറയാറുണ്ട്. ഒരുപാട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഷുഗർ അല്ല ആഡ് ചെയ്യാറുള്ളത്, ശർക്കരയാണ്, ജാഗറിയാണ് ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മധുരം നമുക്കറിയാമല്ലോ. പക്ഷെ ഒട്ടും മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കഴിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വികാരം വേണ്ടേ കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് ഒരു ചെറിയ ശർക്കരയാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ പനക്കൽക്കണ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കുറുക്കിൽ ആഡ് ചെയ്യുമ്പോൾ. ആഡഡ് സോൾട്ടോ ഷുഗറോ പ്രിസർവേറ്റീവ്സോ ഒന്നും വേറെ എക്സ്ട്രാ ഇല്ല. അപ്പം അതിൽ ആ ഒരു പൗഡർ തന്നെ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ണങ്കായ പൗഡർ നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെയാണ് നമ്മൾ ബേബി വീറ്റയുടെ തന്നെയാണ് റാഗി പൗഡറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് കഴിക്കുമായിരുന്നു. കണ്ണങ്കായനേക്കാളും നന്നായിട്ട് റാഗി പൗഡർ ആൾ കഴിക്കുമായിരുന്നു, ബെറ്ററായിട്ട് കഴിക്കുമായിരുന്നു. ഇതേപോലെ തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. വെള്ളമാണെങ്കിൽ അങ്ങനെ, പാലാണെങ്കിൽ അങ്ങനെ, വേണ്ട ടീസ്പൂൺ അനുസരിച്ചിട്ട് പൊടി ഇടുക, 5 മിനിറ്റോളം ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കുക. ഷുഗറോ അല്ലെങ്കിൽ ജാഗറിയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ചെറിയ ചൂടിൽ അവർക്ക് സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അത് റാഗി ഒരുപാട് പേര് എന്നോട് പറഞ്ഞു പുല്ല് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് അടിച്ചെടുക്കുമ്പോൾ അരിച്ചെടുത്ത് അങ്ങനെ കൊടുക്കാൻ എല്ലാവരും പണ്ട് ചെയ്തിരുന്ന പോലെ. അതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് പണിയെടുക്കാൻ മടിയുള്ളവർ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോണ അമ്മമാർ ഒക്കെ ഉണ്ടെന്ന പണിയുടെ ഇടയിൽ ഒരുപാട് സ്റ്റെപ്പുകളും കൂടിയും വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഇപ്പോൾ അതിനോട് ഇപ്പോൾ ഇവിടെ എനിക്കെന്ന് പറഞ്ഞാൽ ആൾ കൂടുതൽ ടൈം എൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആരുടെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നിലക്ക് ഇവിടെ അമ്മയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ആൾക്ക് ചോറടിച്ച് തരാനാണെങ്കിലും കുറുക്കുണ്ടാക്കി തരാനാണെങ്കിലും അമ്മ ഉണ്ടാക്കി തരും. കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജോലിയാണ്. കാരണം ഞാൻ കൊടുത്താലേ എന്തെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ബഹളമാക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നമുക്കിത് എളുപ്പമാണ്. പിന്നെ വേറെ പ്രിസർവേറ്റീവ്സ് വിഷമുണ്ട്, പോയിസൺ ഉണ്ട്, ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് കേട് വരും, അങ്ങനത്തെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാനിതുവരെ കൊടുത്തിട്ട് ഈ ഒരു ഭക്ഷണം കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ബോക്സ് അല്ലാതെ ഇങ്ങനെ ഒരു പെട്ടിയിലും കൂടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയത് ഈ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഈ 2.5 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞത് അത് അവരുടെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളതാണ് കേട്ടോ. അവരുടെ ഓരോ മാസം അവരുടെ വളർച്ച വരുന്നതിനനുസരിച്ച് നമ്മൾ പൊടി ഇടുന്നതിൻ്റെ എണ്ണവും അതായത് സ്പൂണിൻ്റെ കണക്കൊക്കെ നമ്മൾ കൂട്ടുക. അവർക്ക് വിശപ്പ് കൂടുന്നതിനനുസരിച്ച് അത് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. എപ്പോഴാണ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴൊക്കെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ 4 തവണകളായിട്ടാണ് കൊടുക്കാൻ പറഞ്ഞത്. ആദ്യം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 9:30-10 മണിക്കുള്ളിലായിട്ട് ഭക്ഷണം കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളൊരു 8:30-9 മണി ആകുമ്പോഴത്തേക്കും കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അവൾ എണീക്കാൻ വൈകുന്നതിനനുസരിച്ചിട്ടാണ് അത് പിന്നെയും ലാഗായി പോകാറുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ, പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്കാവുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന പോലെ അവർക്കും എന്തെങ്കിലും കൊടുക്കുക. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ കണ്ണങ്കായ നമ്മളിപ്പോൾ നിർത്തി. ഇപ്പോൾ അവൾക്ക് 9 മാസമായി. കണ്ണങ്കായ സ്റ്റോപ്പ് ചെയ്തു. റാഗി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ റാഗി നമ്മൾ രാവിലെ കൊടുക്കും. ഇപ്പോൾ ഈ പറഞ്ഞ അതേപോലെ തന്നെ. അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ചോറാണ് കൊടുക്കുന്നത്. ചോറെന്ന് പറയുമ്പോൾ ഇപ്പോഴും അടിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. 9 മാസമായി കടിച്ച് തിന്നാനായി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആൾ കഴിക്കുന്നില്ല. അങ്ങനെ വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കുന്നോ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അവരൊക്കെ എങ്ങനെയാണോ കഴിക്കാൻ താല്പര്യമുള്ളത് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വയറ്റിലേക്കൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് അടിച്ചാണ് കൊടുക്കുന്നത്. ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും വേവിച്ചിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വേവിച്ചിട്ട് അത് ചോറിൻ്റെ കൂടെ ചെറിയ ചൂടിൽ അടിച്ച് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചും ആ ഒരു റെഡ് കളറൊക്കെ കാണുമ്പോൾ ആൾ കഴിക്കും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും. ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഉപ്പിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടില്ലാന്നുണ്ടെങ്കിൽ ആൾ കഴിക്കില്ല, ചൂടില്ലെങ്കിലും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉച്ചക്കലത്തെ ഭക്ഷണം. അത് തന്നെയാണ് രാത്രിയിലും കൊടുക്കണം കേട്ടോ. ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈവനിങ്ങിൽ വരുമ്പോൾ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ആപ്പിൾ പുഴുങ്ങിയിട്ട് അതടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് അതടിച്ചു കൊടുക്കും. മാതളം ഉണ്ടല്ലോ, മാതളത്തിൻ്റെ ജ്യൂസ് കൊടുക്കാറുണ്ട്. മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങയുടെ ജ്യൂസ് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെയാണ് ആ സമയത്ത് കൊടുക്കുക. നമ്മളടുത്ത് പറഞ്ഞിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കൊടുക്കാം. അതായത് ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുക്കാം. പുട്ടൊക്കെ കൊടുക്കാൻ നമുക്ക് ധൈര്യമില്ല. കാരണം തൊണ്ടയിൽ കെട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കൊടുക്കാം. നൂലപ്പം അതായത് ഇടിയപ്പം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ആ പച്ചക്കറികൾ മുളകൊന്നും ഇല്ലാണ്ട് കഴുകിയെടുത്തിട്ട് ആ വേവിച്ച് അവർക്ക് ഉടച്ചുടച്ച് കൊടുക്കാം. ആൾക്കാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ആൾക്ക് ഒട്ടും പറ്റണില്ല, കഴിക്കണേയില്ല. ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് തൽക്കാലം. അങ്ങനെയാണ് ഫുഡൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ
ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ കിട്ടുന്നുണ്ട് പൗഡേഴ്സൊക്കെ. ഇതിലൊന്നും വേറെ ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ എടുത്തിട്ട് എന്താണോ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് തന്നെ കൊടുക്കുക. അരോ റൂട്ട് കൊടുത്തിരുന്നു ആദ്യമൊക്കെ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം സമയമായിട്ട് അരോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം കൊടുത്തിരുന്നു. പക്ഷേ അത് കൊടുക്കണ്ട, എല്ലാ ദിവസവും കൊടുക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അത് കഫക്കെട്ട് ഉണ്ടാക്കാനായിട്ട് ചാൻസസ് കൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. പിന്നെ അവർക്ക് മോഷൻ പോകാനായിട്ട് ടൈറ്റ് ആവും അരോ റൂട്ട് കഴിക്കുമ്പോൾ. ചെറിയ ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് കൊടുത്തിരുന്നത്. എന്നാലും അത് ഡെയിലി കൊടുക്കണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കൊരു ഗുണവും കിട്ടാനില്ല. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ മുട്ട മുട്ട കൊടുക്കാം. ഒരു 8 മാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് അതിലെ മഞ്ഞ മാത്രം അവർക്ക് കൊടുക്കാം. അത് ഒരു ദിവസം ഒരു മഞ്ഞ ട്ടോ. ഒരു മുട്ടയുടെ ഒരു മഞ്ഞ ഒരു ദിവസം കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു മുട്ടയുടെ ഉണ്ണി കൊടുത്ത് തീർത്താൽ മതി. അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്യ്, പിന്നെ വെണ്ണ അതൊക്കെയാണ് കൊടുക്കാനായിട്ട്. കുറുക്കിൽ അമ്മ കുറുക്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കും. അപ്പോൾ അത് ഇങ്ങനെ പൊക്കോളുമല്ലോ. ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് അതിനുൻ്റെ ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ കുറേ പേർക്ക് അറിയാത്ത കാര്യമാണ് എന്ത് കൊടുക്കും, എപ്പോൾ കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പാല് അങ്ങനെയുള്ള ഇറച്ചി മീനൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് മാക്സിമം നല്ല രീതിയിൽ കൊടുത്താൽ മതി. പാൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈ നമ്മുടെ 9ാം മാസത്തിൻ്റെ വാക്സിൻ കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ ചിക്കൻ കൊടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ വയസ്സ് കഴിഞ്ഞിട്ട് ബാക്കി മീൻ, പാല് ഒക്കെ കൊടുത്താൽ മതിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അത് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അമ്മമാർക്ക് വീഡിയോസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം.